السلام عليكم ورحمة الله تعالى وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. أما بعد. ഏറ്റവും ബഹുമാനം നിറഞ്ഞ വേദിയിലുള്ള ഉസ്താദന്മാർ, ശബ്ദം ശ്രവിച്ചു കൊണ്ടിരിക്കുന്ന മുഅ്മിനീങ്ങളായ സത്യവിശ്വാസികൾ, ഉമ്മപെങ്ങന്മാർ, അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ മഹത്തായ മജ്ലിസ് നമ്മിൽ നിന്ന് പരിപൂർണമായും ഖബൂൽ ചെയ്യുമാറാകട്ടെ. വർഷം തോറും നമ്മുടെ മഹത്തായ മർക്കസുൽ മൈമൻ സ്ഥാപനത്തിൽ നടത്തിവരുന്ന 11ാം രാവ് മജ്ലിസിലാണ് നാം ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. എന്തുകൊണ്ടും വലിയ ഇജാബത്തുള്ള, നീറുന്ന ഒരുപാട് പ്രശ്നങ്ങൾക്ക് പരിഹാരം നൽകുന്ന ഇത്തരത്തിലുള്ള നമ്മുടെ മജ്ലിസുകൾ നമ്മുടെ നാടുകൾക്കും മറുനാടിലുള്ള ഒരുപാട് വിശ്വാസികൾക്കും അഭയമാണ് നമ്മുടെ ഈ മഹത്തായ സ്ഥാപനം. ആ ഒരു രീതിയിൽ നമ്മുടെ ഈ സ്ഥാപനത്തെ വിലയിരുത്തുകയും അതിന് വേണ്ടിയുള്ള എല്ലാ സഹകരണങ്ങളും ചെയ്യേണ്ടത് നല്ലവരായ ഈ നാട്ടിലെ ദീനീ സ്നേഹികളാണ്. അല്ലാഹു നമ്മുടെ പ്രവർത്തനങ്ങളൊക്കെ കബൂൽ ചെയ്യുമാറാകട്ടെ. അല്ലാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് അല്ലാഹു നമുക്ക് നൽകിയ ഏറ്റവും വലിയ നിഅമത്ത് എന്നുള്ളത് അല്ലാഹു നമ്മളെ ഈ ലോകത്ത് മുസ്ലിമായി ജനിപ്പിച്ചു എന്നുള്ളതാണ്. അതുമാത്രമല്ല, ആ മുസ്ലിമായിരിക്കെ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൽ അടിയുറച്ച് വിശ്വസിക്കുന്ന ഒരു മുഅ്മിനായ വിശ്വാസിയായി അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മെ ജീവിപ്പിക്കുന്നു എന്നുള്ളത് അതിലും വലിയ മഹത്വവും അനുഗ്രഹവുമാണ് അല്ലാഹു നമുക്ക് നൽകിയത്. അതിലും വലിയ നിഅമത്താണ് അല്ലാഹു നമുക്ക് കനിഞ്ഞേകിയ ഈ പവിത്രമാക്കപ്പെട്ട റമളാൻ മാസം. ഈ റമളാനിൻ്റെ പോരിശകൾ, റമളാനിൻ്റെ മഹത്വങ്ങൾ ഒരുപാട് ഖുർആൻ ആയത്തുകളിലൂടെയും ഹദീസുകളിലൂടെയും ഒരുപാട് നാം കേട്ടതും അറിഞ്ഞവരുമാണ്. എന്നിട്ടും ഓരോ വർഷങ്ങൾ വരുംതോറും റമളാൻ ആഗതമാകുമ്പോൾ വീണ്ടും പറഞ്ഞത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അത് മുഅ്മിനീങ്ങൾക്ക് വലിയ മാറ്റങ്ങൾക്ക് വിധേയമാകാനാണ്. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം റമളാൻ അവനിക്ക് കനിഞ്ഞേകുന്നത് വലിയ പാപമുക്തി നേടാനുള്ള മാസമായിട്ടാണ്. നാം 11 മാസങ്ങളിലായി കുമിഞ്ഞു കൂട്ടിയ ഒരുപാട് ദോഷങ്ങൾക്കുള്ള പ്രായശ്ചിത്തമായിട്ടാണ് അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല ഈ പരിശുദ്ധമാക്കപ്പെട്ട റമളാൻ മാസം നമുക്ക് കനിഞ്ഞേകിയത്. ആ വാക്കിന്റെ, റമളാനിന്റെ അർത്ഥം തന്നെ നമ്മെ സൂചിപ്പിക്കുന്നത് കരിച്ച് കളയുക എന്നുള്ളതാണ്. അതായത് നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ ഒരുപാട് ദോഷങ്ങൾ, നാം മലക്കുകളല്ല, അല്ലാഹുവിൻ്റെ മഹ്ഫൂദീങ്ങളായ ഔലിയാക്കളുമല്ല, അങ്ങനെയുള്ള സാദാ അല്ലാഹുവിൻ്റെ അടിമകളായ നമുക്ക് പല വിധത്തിലും പല സാഹചര്യങ്ങളിലും നാം തെറ്റുകൾക്ക് അടിമപ്പെട്ടുകൊണ്ട് അല്ലാഹുവിനെ മതിമറന്നുകൊണ്ട് പല സമയങ്ങളിലായി നാം തെറ്റുകളിൽ അകപ്പെട്ടു പോയേക്കാം. അതിനുള്ള പ്രായശ്ചിത്തമാണ് അല്ലാഹുവിൻ്റെ ഔദാര്യമായ മഹത്തായ അല്ലാഹുവിൻ്റെ ആ തൗബ എന്ന കവാടം.
ആ ഒരു മഗ്ഫിറത്തിന്റെ 10 നാം ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. മുഅ്മിനീങ്ങളായ നമുക്ക് അല്ലാഹു നൽകിയ ഏറ്റവും വലിയ സൗഭാഗ്യമാണ് ഇത്തരത്തിലുള്ള മജ്ലിസ്. നമ്മുടെ മഗ്ഫിറത്തിന്റെ 10 പ്രവേശിക്കുമ്പോൾ തന്നെ വലിയ മുഅ്മിനീങ്ങൾ ഒരുമിച്ച് കൂടുന്നതായ ഇങ്ങനെയുള്ള വലിയ മജ്ലിസുകൾ അത് നമുക്ക് വലിയ മുതൽക്കൂട്ടാണ്. അത് നമുക്ക് ദുനിയാവിൽ ജീവിക്കുമ്പോൾ ഒരിക്കലും മനസ്സിലാവുകയില്ല. ഇതിൻ്റെയൊക്കെ ഉപകാരങ്ങൾ, ഇതിൻ്റെയൊക്കെ ഗുണങ്ങൾ നാം തിരിച്ചറിയണമെങ്കിൽ ആരാരുമില്ലാത്ത ആ 6 അടി മണ്ണിൽ ഇരുട്ടറയിൽ കിടന്നുറങ്ങുന്ന സമയത്ത് അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല ഇങ്ങനെ പ്രതിഫലത്തിന്റെ കണക്കുകൾ നമ്മുടെ അക്കൗണ്ടിലേക്ക് ഇങ്ങനെ പ്രവേശിച്ചു കൊണ്ടിരിക്കുമ്പോൾ ആ സമയത്തായിരിക്കും നാം ചിന്തിച്ചു പോകുന്നത്, ഇത് മർകസുൽ മൈമൻ എന്ന മഹത്തായ സ്ഥാപനത്തിൽ 11-ാം രാവിന്റെ ആ ഒരു മഹത്തായ സമയത്ത് ഇങ്ങനെയൊരു മജ്ലിസിനെ ഉപയോഗപ്പെടുത്തിയത് കൊണ്ടാണ് അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല ഈ ഖബറിൽ എനിക്ക് വലിയ ആശ്വാസം നൽകുന്നത് എന്ന് ആ ഒരു നിമിഷത്തിൽ നാം ചിന്തിക്കേണ്ട ഒരു സമയം നമുക്ക് വരാനുണ്ട്. അത്തരത്തിൽ നാം ഈ ഒരു മജ്ലിസിനെ കണക്കിലെടുക്കുകയും ഇതിന് വേണ്ട റമളാനിന് വേണ്ട എല്ലാ ബഹുമതികളും, റമളാനിന് നൽകേണ്ട എല്ലാ ആദരവുകളും ബഹുമാനങ്ങളും നാം ഈ മാസത്തിന് കൽപ്പിക്കണം. കേവലം സാധാ മാസങ്ങൾ പോലെ നെവർമെന്റ് ചെയ്തുകൊണ്ട് ഈ ഒരു മാസത്തെ കാണല്ലേ മുഅ്മിനീങ്ങളെ. ഇതിന് വേണ്ടി നാം ഒരുപാട് സൽക്കർമ്മങ്ങൾ ചെയ്തുകൊണ്ട് അല്ലാഹുവിലേക്ക് മടങ്ങാനുള്ള സമയം നമുക്ക് അടുത്തിരിക്കുകയാണ്. റമളാനിന്റെ ഓരോ ദിനരാത്രങ്ങൾ നമ്മിൽ നിന്ന് ഇങ്ങനെ കൊഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ സമയങ്ങൾ, ഓരോ മിനിറ്റുകൾ, മണിക്കൂറുകൾ നമ്മിൽ നിന്ന് കൊഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ തികച്ചും നാം ചിന്തിക്കേണ്ടതുണ്ട്. നാം നമ്മുടെ നഫ്സിനോട് വിചിന്തനം നടത്തേണ്ടതുണ്ട്. ഹാസിബു ഖബ്ല അൻ തുഹാസബു എന്ന തിരുവചനം നാം നെഞ്ചിലേറ്റിക്കൊണ്ട് നാം ചെയ്തു കൂട്ടിയതായ ഒരുപാട് പോരായ്മകൾ, നാം ചെയ്തു കൂട്ടിയതായ ഒരുപാട് തെറ്റുകൾ, അതൊക്കെ നാം അല്ലാഹുവിനോട് പറഞ്ഞുകൊണ്ട്, അല്ലാഹുവിനോട് കരഞ്ഞുകൊണ്ട് എല്ലാ തെറ്റുകളിൽ നിന്നും മുക്തി നേടിക്കൊണ്ട് ഒരു സംശുദ്ധമായ ജീവിതം നമുക്ക് നയിക്കാൻ സാധിക്കണം. ഈ റമളാൻ നമ്മിൽ നിന്ന് വിട പറഞ്ഞു പോകുന്ന സമയത്ത്, റമളാൻ നമ്മിൽ നിന്ന് വിട പറഞ്ഞു പോകുന്ന ആ നേരത്ത് നാം നമ്മുടെ ഖൽബുകളൊക്കെ ശുദ്ധീകരിച്ചുകൊണ്ട് നല്ല ഒരു ജീവിതം, മുൻപുണ്ടായിരുന്നതിൽ നിന്ന് വ്യതിരിക്തമായി നല്ല ഒരു സംശുദ്ധമായ ജീവിതത്തിന് ഉടമയായിക്കൊണ്ട്, നല്ല സ്വഭാവത്തിനുടമ, നല്ല കാരുണ്യത്തിനുടമ, അങ്ങനെ തുടങ്ങി നമ്മുടെ ജീവിതത്തെ ഏതൊക്കെ രീതിയിൽ നമുക്ക് മാറ്റിയെടുക്കാൻ സാധിക്കുമോ അത്തരത്തിൽ നമ്മുടെ ജീവിതത്തെ മാറ്റിയെടുത്തുകൊണ്ട് റമളാൻ ഈ 29-30 ദിവസം നമുക്ക് നല്ല രൂപത്തിൽ ഉപയോഗപ്പെടുത്തി അല്ലാഹുവിലേക്ക് മടങ്ങാം. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാകട്ടെ. മുഅ്മിനീങ്ങളെ, സുദീർഘമായൊന്നും സംസാരിക്കുന്നില്ല. എൻ്റെ കർത്തവ്യം ഉദ്ഘാടനം ചെയ്യുക എന്നുള്ളതാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നാ ഫതഹ്നാ ലക ഫത്ഹൻ മുബീന എന്ന ഖുർആൻ വാക്യത്തോടുകൂടി ഈ മഹത്തായ വേദി ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.